നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടിക്കാലമായിരിക്കും. പുസ്തകങ്ങളും സ്കൂളും സുഹൃത്തുക്കളും അന്ന് അതിൻ്റെ വില അത്രയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ജോലിക്ക് കയറി സ്ട്രെസ്സൊക്കെ തുടങ്ങിയവരായിരിക്കും അന്ന് ആ ഒരു ടെൻഷനൊന്നും ഇല്ലാത്ത ഒരു നിഷ്കളങ്കമായ ബാല്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ ഇനി ഒരു വേനലവധിക്കാലം കൂടി ഇപ്പോൾ ഇവിടെ കഴിയാൻ പോവുകയാണ്. ആ ഒരു വിശേഷങ്ങൾ കണ്ടാലോ? വെക്കേഷനൊക്കെ തീരാൻ പോവല്ലേ? അപ്പൊ എന്നാ സ്കൂൾ തുറക്കുന്നേ? 3-ാം തീയതി. സങ്കടം ഉണ്ടോ? എന്തിനാ സങ്കടം? സ്കൂളിൽ പോകുന്നവരാണോ അല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല? സ്കൂള് തുറന്നാ പിന്നെ കളിക്കല്ലേ? വൈകുന്നേരം ആയിരിക്കും അല്ലേ? പിന്നെ പുസ്തകങ്ങളും ബാഗൊക്കെ വാങ്ങിച്ചോ? എന്ത് കളിയാണ് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന? ഫുട്ബോള്, ക്രിക്കറ്റ്? അതന്നെ കളിക്കില്ല. എന്താ പെൺകുട്ടികളൊന്നും ഇല്ലാത്ത? അഗടി ഒരു ഫ്ലെക്സ് കൂടി അടിയിട്ടുണ്ട്. കളി വെക്കേഷൻ ടൈമിന് സമ്മർ വെക്കേഷൻ നടക്കും. മെയ് 5-ാം കെട്ടിക്കിടക്കോടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെയാണ്. അപ്പൊ അവിടെ വെള്ളം കെട്ടിക്കിടക്കും. കൂടുതലും ഫുട്ബോളാണ്. ടൂർണമെന്റിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ വെറുതെ എങ്ങനെ കളിച്ചടന്നാ മതിയോ? ഈ കളി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം? കളിച്ച് ഇന്ത്യൻ ടീം കയറണമെന്നുണ്ടോ? ഫുട്ബോൾ വേൾഡ് കപ്പ് അടിക്കണം. ഇന്ത്യക്ക് ടീമില്ല അതിന്. നിങ്ങളാണോ വരുത്താ? അല്ല, എന്താ കോച്ചിങ്ങിന് ഞാൻ പോകുന്നുണ്ടോ? ഇവിടെ തന്നെ കോച്ചിങ് ഉണ്ട്. പിന്നെ ഈ അടുത്തൊരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായി. ഒരു 4 ടീം ഉണ്ടായില്ല. ഒരു ടീം എന്ന് പറഞ്ഞ ഇതാണ് റമദ എന്ന് പറഞ്ഞ ടീം. പിന്നെ അവിടെ ഒരു ഫ്ലെക്സ് ഇരിപ്പുണ്ട്, അതിന് അങ്ങോട്ടാണ് ലാസിയോ FC. പിന്നെ സാന്റിയാഗോ FC എന്ന് പറഞ്ഞതേ ആ ടീം. പിന്നെ നീല. പിന്നെ ഡയമണ്ട് ഈഗിൾസ് എന്ന് പറഞ്ഞ വേറെ ടീം ഉണ്ടായി. അപ്പൊ ഒരു വേൾഡ് കപ്പിലുള്ള ടീം ഉണ്ടല്ലോ ഇവിടെ. വേൾഡ് കപ്പിനുള്ള ടീമുണ്ട്. 4 പേരുണ്ട്. ഇനി ആൾക്കാരുണ്ട്, ഇനി കുറെ പേരുണ്ട്. അപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. എല്ലാവർക്കും നല്ല സങ്കടമാണ്. ആർക്കും സന്തോഷമില്ല പുതിയ ബാഗും ബുക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇല്ല, എല്ലാവർക്കും കളിച്ചിടാൻ മതി. പഠിക്കണ്ടേ? വേണ്ട. വേണ്ട. അല്ല, ഇപ്പൊ എല്ലാവരും ഫോണിലൊക്കെയുള്ള കളി. നിങ്ങൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കളിക്കുന്നത്? നിങ്ങൾക്ക് അതാണ് ഇഷ്ടം? ഇഷ്ടം. ബോറടിക്കുമ്പോ ഫോണിൽ കളിക്കാറുണ്ടോ? വീട്ടുകാർ തരാത്തതാണോ അല്ലെങ്കിൽ തരാറുണ്ട്? പുറത്തുനിന്ന് കളിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം പോലെയാണ് ഈ കളികളൊക്കെ. അപ്പോൾ ഇനിയും അടുത്ത വെക്കേഷനൊക്കെ വരും. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. സ്കൂളിലൊക്കെ പോവാ, നന്നായിട്ട് പഠിക്കാം.